നമ്മുടെ ഈസി ആൻഡ് സ്പോർട്സ് സിറ്റിയിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പടിച്ചിട്ട് വരണം. അങ്ങനെ ഡി കമ്പനി 5 കളിയും ജയിച്ച് ഫുൾ ചാമ്പ്യന്മാരായിരിക്കും. ഇവരാണ് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്ന ഏത് ടീമാണ്? ഇവര് ജയിച്ചെന്ന് പറഞ്ഞാണ് ഫുൾ ടോപ്പേഴ്സ്. അതിനകത്ത് ഒരു ടീം ഞങ്ങളുടെ ഡി കമ്പനി ഫുൾ ടോപ്പറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും സേഫായി നിൽക്കുന്നു. കൺഗ്രാജുലേഷൻ. നമ്മളൊരു അടിപൊളി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ ദീപു നാവായിക്കുളം ചേട്ടനാണ് താണ്ട ബൗൾ ചെയ്യുന്നത്. അടിപൊളി ബൗളിംഗ് ആയിരുന്നു കേട്ടോ. വിക്കറ്റ് വീണ്. അപ്പം വാശിയേറിയ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദീപു ചേട്ടനെ ഞാൻ ഇങ്ങനെ പൊക്കി. നമ്മുടെ ദീപു നാവായിക്കുളം എന്ത് പറയും, ഇതിന്റെ ഇടയിൽ ക്രിക്കറ്റ് കളിക്കാനും സമയമുണ്ടോ? പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹരമാണ്. നമുക്ക് ക്രിക്കറ്റ് എന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് സമയം കണ്ടെത്തി നമ്മൾ ക്രിക്കറ്റിന് പോകാറ്. ആള് ബൗളറാണ്. ഞാൻ ബൗൾ ചെയ്യുന്നുണ്ട്. വിക്കറ്റും കിട്ടിയായിരുന്നു അല്ലേ? ഒരു വിക്കറ്റും കിട്ടിയായിരുന്നു. തിരുവനന്തപുരം രസിക. അപ്പം തിരുവനന്തപുരം രസികയിലാണ് ഇപ്പം ഇതെല്ലാം പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് ചേട്ടൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ പേജിൽ തന്നെ ഞാൻ കണ്ടതാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, അതും ഇപ്പം വെയിലത്ത്, നല്ല വെയിലത്ത്. ആ ജോലിയിൽ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ആ ജോലി സ്ഥലത്ത് നിന്നും നേരെ പ്രോഗ്രാമിന് പോകണം. സ്റ്റേജിൽ അത്രയും പ്ലസന്റ് ആയിട്ട് നമ്മൾ 2 മണിക്കൂർ പ്രോഗ്രാമിന് ഫുൾ എനർജിയിൽ, അത് മുഖത്ത് സന്തോഷം, ആ ഒരു വൈബിൽ നിൽക്കുകയും വേണം. സന്തോഷം, ആ ഒരു എനർജിയൊക്കെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെ? അതിപ്പോ പിന്നെ ഈ കല എന്ന് പറയുന്ന സംഭവം അത്ര കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നല്ല. പിന്നെ ചിലപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ ഈ ചില തവണ നല്ല നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഓഫ് സീസണിലൊക്കെ നമുക്ക് പരിപാടിയൊന്നും കാണത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഈ പിന്നെ വെൽഡിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. അവരാണ്, ഞാൻ അവരുടെ അടുത്ത് പറയും എനിക്ക് പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വരും, നിങ്ങളോട് എന്നോട് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ പിന്നെ അവർ വിളിക്കും, ഞാൻ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ പോകും. പിന്നെ പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന്, കാരണം നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. സ്റ്റേജിൽ നമുക്ക് പല ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ പല വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പ്രോഗ്രാം ആസ്വദിക്കാൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മളും അവിടെ ഒരു പിന്നെ എനർജി കൊടുക്കുന്ന എനർജിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് നമ്മൾ അവിടെ സ്റ്റേജിൽ ഈ തട്ടേക്ക് മട്ടുവാറോ എന്ന് പറയും പോലെ അതൊക്കെ നമ്മളങ്ങ് വിളിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ പുത്തൻകുളത്തുള്ളവർക്കറിയാം, പ്ലാവള ദേവി ക്ഷേത്രത്തിൽ അന്ന് നടന്ന ആ ഒരു പ്രോഗ്രാം ഇപ്പോഴും അവർ പറയുന്നത്. അന്ന് അതിനുശേഷം ഇതുവരെയും ഒരു പ്രോഗ്രാം ഇങ്ങനെ മിമിക്സ് കോമഡി അവിടെ നടന്നിട്ടില്ല. ഏറ്റവും അവസാനം നടന്ന അന്ന് ചേട്ടനൊക്കെ അവതരിപ്പിച്ച ആ ഒരു പരിപാടിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. വിജയാശംസകൾ. കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് വല്ലതും? ഇനിയിപ്പം പടം 2-3 പടങ്ങൾ വരാനുണ്ട്. പടങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം, നമ്മുടെ സീസൺ പ്രോഗ്രാം ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ ട്രൂപ്പിന്റെ പരിപാടികളുണ്ട്. അതിന് വരും വർഷങ്ങളിലും നിങ്ങളൊക്കെ ഈ കാണുന്ന ഒരു പ്രോഗ്രാം എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അടുത്ത കൊല്ലം വരെയാണെ പറയണം. എന്നാൽ ആ വീഡിയോ തന്നെ പരിപാടി കണ്ടപ്പോഴേ നമുക്ക് കാണാൻ തോന്നും. ചേട്ടൻ്റെ പേജിലുണ്ട്, ദീപു നാവായിക്കുളം എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പേജ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അതിന്റെ കുറച്ച് കാര്യങ്ങളും ആ ഒരു വീഡിയോയും കാര്യമൊക്കെ കാണാൻ പറ്റും. സന്തോഷം. ഇന്നിപ്പോ കളിച്ചിട്ട് നിൽക്കുന്നുണ്ട് ക്രിക്കറ്റിൽ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇനി കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിന് പോകാൻ. നേരത്തെ പറഞ്ഞ കണക്ക് ഇനി ജോലി കഴിഞ്ഞിട്ട് പോകണമെന്ന് പറയുമ്പോൾ അതേപോലെ ഇതും ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ്. നമുക്ക് എപ്പോഴും കളിക്കാൻ വീട്ടിലൊക്കെ ആണ്. ഇത് ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ. പിന്നെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതായാലും ഒരു ഹായ്. അപ്പോൾ സന്തോഷം. ഓക്കെ.